വിനീത വി.ജി തത്സമയം പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിന് 5ാം പ്രതിയായി മാറിയിരിക്കുന്നു. കുറുപ്പംപൊടി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അത് സംഭവം നടക്കുമ്പോൾ, പ്രതിഷേധം നടക്കുമ്പോൾ വിനീത സംഭവ സ്ഥലത്തുണ്ടായിരുന്നുവെന്ന വിചിത്രവാദം ഉയർത്തിക്കൊണ്ട് 120(b)യും 308-ഉം ചുമത്തിക്കൊണ്ട്, അതായത് വധശ്രമം അടക്കം ഉള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് 24 റിപ്പോർട്ടർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് എന്നതിൽ തർക്കമില്ല. ഇതിനു മുൻപ് ഇതേ സംഭവത്തിൽ ഷൂ എറിഞ്ഞവർക്കെതിരെ, അതായത് പ്രതികൾക്കെതിരെ അന്ന് ചുമത്തിയിരുന്ന വകുപ്പുകൾ തന്നെയാണിത്. പിന്നീട് അത് പെരുമ്പാവൂർ മാജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോകുമ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷ വിമർശനം പോലീസിന് നേരിടേണ്ടി വന്നു. പ്രതികൾക്ക് ജാമ്യം നൽകുകയും ചെയ്തതാണ്. ഇപ്പോൾ അതേ വകുപ്പുകൾ ചുമത്തി സംഭവം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. 5ാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്തിലേക്ക് എത്താം. ഇപ്പോൾ ഡോക്ടർ മാത്യു കുഴൽനാടൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ മാത്യു കുഴൽനാടൻ, ഞങ്ങൾ തത്സമയം KSU പ്രവർത്തകരുടെ പ്രതിഷേധം, ഷൂവേർ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിനാണ് ഇപ്പോൾ നടപടി നേരിടുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ടർ വിനീത വി.ജി ക്കെതിരെ കേസ് വന്നിരിക്കുന്നു. 5ാം പ്രതിയാണ്. അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇട്ടാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. ഡോക്ടർ മാത്യു കുഴൽനാടൻ, ഈ പോക്ക് ഇതെങ്ങോട്ടേക്കാണ് എന്നാണ് നമ്മൾ കരുതേണ്ടത്? എന്തിനാണ് മാധ്യമങ്ങളെ ഇത്തരത്തിൽ ഭയക്കുന്നതും വിലക്കാൻ ശ്രമിക്കുന്നതും? കേരളത്തില് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒരു ഫാസിസ്റ്റ് സർക്കാരാണെന്നുള്ള ഓരോ ദിവസവും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ടാണ് സാധാരണഗതിയിൽ മാധ്യമങ്ങൾക്ക് നേരെ ഫാസിസ്റ്റുകൾ തിരിയാറ്. ഇതിപ്പോ പ്രതിപക്ഷ പാർട്ടികളോടും പ്രതിപക്ഷ പ്രവർത്തനത്തോടുമുള്ള സർക്കാരിന്റെ സമീപനം പോലെ തന്നെ തങ്ങൾക്കെതിരായി വാർത്ത കൊടുക്കുന്നതോ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതോ ആയ റിപ്പോർട്ടർമാരെ അടക്കം തേടിപ്പിടിച്ച് അവരെ വേട്ടയാടുന്ന ഒരു നിലയിലേക്ക് മാറുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇനി എങ്ങനെയാണ് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം കേരളത്തിൽ സാധ്യമാവുക? എന്താണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്? നിരന്തരം മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും വാദോരാതെ ജനാധിപത്യത്തിന്റെയും മറ്റു കാര്യങ്ങളുടെയും ക്ലാസ് എടുക്കുകയും ചെയ്യുന്നവർ തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഒരു റിപ്പോർട്ടറെ പ്രതിയാക്കുക എന്ന് പറഞ്ഞാൽ അത് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് മുഖ്യമന്ത്രി തന്നെയാണ് പറയേണ്ടത്. അദ്ദേഹം ഭരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന ആഭ്യന്തര വകുപ്പാണ് ഈ നിലയ്ക്കുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഈ സർക്കാരിന്റെ മുഖം കൂടുതൽ വികൃതമാക്കാനേ സഹായിക്കത്തുള്ളൂ. ഇതുപോലുള്ള ഫാസിസ്റ്റ് നടപടികളിലൂടെ കേരളത്തെ പിടിച്ചെടുക്കാം അല്ലെങ്കിൽ പിടിച്ചടക്കാം എന്ന് വിചാരിച്ചാൽ അത് ജനം അംഗീകരിക്കത്തില്ല, കേരള സമൂഹം അംഗീകരിക്കത്തില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം, ഞാൻ ഈ നടപടിയെ അതിശക്തമായി അപലപിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇതിലിപ്പോൾ ഈ പ്രതികൾക്കെതിരെ ഇതിനു മുൻപ് ഇതേ വകുപ്പുകൾ ചുമത്തി അത് കോടതിയിലേക്ക് ചെന്നപ്പോൾ രൂക്ഷ വിമർശനം കോടതി ഉന്നയിച്ചത് നമ്മൾ കണ്ടതാണ്. വീണ്ടും അതേ വകുപ്പ് ചുമത്തുമ്പോൾ അത് എങ്ങനെയാണ്, നമ്മൾ എത്രത്തോളം ഗൗരവതരമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്? അത് മാധ്യമപ്രവർത്തകർക്കെതിരെ ജോലി ചെയ്തതിനെടുത്തിരിക്കുന്ന വകുപ്പുകൾ, ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ. ഇതാണ് യഥാർത്ഥത്തില് മിസ്യൂസ് ഓഫ് ദ പവർ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ മലേഷ്യസ് പ്രോസിക്യൂഷൻ എന്നൊരു ലീഗൽ ടേം ഉണ്ട്. അതായത് കേസിൽ ശിക്ഷിക്കപ്പെടാൻ പറ്റുമോ അല്ലെങ്കിൽ കേസിൽ ശിക്ഷ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതല്ല, അവർക്ക് കേസിൽ പ്രതിയാക്കാനുള്ള അവകാശം അധികാരം ഉപയോഗിച്ച് ആളുകളെ പ്രതിയാക്കി കേസിന്റെ ട്രയലും പ്രക്രിയയും ഒക്കെയായി അവരെ കഷ്ടപ്പെടുത്തി പ്രയാസപ്പെടുത്തി ഹറാസ്മെന്റ്, ആ ഒരു പീരീഡിലെ ഹറാസ്മെന്റ് എങ്കിലും നടക്കുമല്ലോ. പിന്നീട് കോടതി വെറുതെ വിട്ടാൽ ഇപ്പൊ തന്നെ ഷൂ എറിഞ്ഞതിന്റെ പേരിൽ 308 കേസെടുത്തത് കോടതി അതിരൂക്ഷമായി വിമർശിച്ച് തള്ളുകയും പ്രതികൾക്ക് ജാമ്യം കൊടുക്കുകയും ചെയ്യുന്ന അങ്ങേയറ്റം പോലീസിന്റെ ഫേസ് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മുഖം നഷ്ടപ്പെട്ട നടപടി നമ്മൾ കണ്ട. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതെല്ലാം കരുതി കൂട്ടിയ ഇതൊരു എററാണെന്നോ ഇതൊരു തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇത് അറിയാതെ സംഭവിച്ചാണെന്നോ പറയാൻ കഴിയില്ല. അപ്പോൾ മനഃപൂർവ്വം കരുതി കൂട്ടി മാധ്യമങ്ങളെ അടക്കം വേട്ടയാടുന്ന ഒരു സമീപനത്തിലേക്ക് സർക്കാർ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് വീണ്ടും വീണ്ടും എന്തിനാണ് പോലീസ് ഇങ്ങനെ നാടം കെടാൻ നിൽക്കുന്നത് എന്നൊരു ചോദ്യം കൂടി ഇല്ലേ മാത്യു കുഴൽനാടൻ ഇവിടെ? അത് സർക്കാരിന്റെ ഫാസിസ്റ്റ് നയത്തിനൊപ്പം പോലീസ് സഞ്ചരിക്കാൻ തീരുമാനിച്ചാൽ യജമാനന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് നീതിബോധമില്ലാതെ പ്രവർത്തിച്ചാൽ അങ്ങനെ പോലീസിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. എന്തായാലും അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്, അങ്ങേയറ്റം അപലപനീയമാണ്. നന്ദി ശ്രീ മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.